ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്നിട്ടുള്ള നമ്മുടെ UPSTയുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് പലരും ടഫാന്ന് പറഞ്ഞ് ഇന്നലത്തെ എക്സാം അനാലിസിസിൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നമ്മുടെ LDC 2024 ഈ ഒരു ലെവലായിരിക്കുമോ വരിക എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള റിപ്ലൈ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ UPST പരീക്ഷ എന്ന് പറയുന്നത് മെയിനായിട്ട് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീച്ചർ ആവാൻ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ് അല്ലേ. അപ്പോൾ ഒരു ടീച്ചറിന് ഏറ്റവും കൂടുതൽ എന്തൊക്കെ വേണം? നമ്മൾ നല്ല നല്ല ആഴത്തിലുള്ള ഒരു അറിവ് തന്നെ നമുക്ക് വേണം. അപ്പോൾ ഇതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും സൈക്കോളജി ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമുക്ക് കുറച്ചും കൂടെ ആഴത്തിലുള്ള അറിവ് നമുക്ക് വേണം. അപ്പോൾ ഇന്നലെ നടന്നിട്ടുള്ള UPSTയുടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ മതിയോ, അല്ലെങ്കിൽ നമ്മുടെ പഠന രീതി നമ്മൾ മാറ്റണോ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ അതിൽ 2 വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏത് വീഡിയോയിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം അത്രത്തോളം നമ്മൾ വൊക്കാബുലറി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഓരോ വീഡിയോ ആയിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് വൺ എന്തായിരുന്നു? ഈവ്സ് ഡ്രോപ്പാണ്. ഈവ്സ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടു ലിസൺ സീക്രറ്റ്ലി ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞാണ്. ഫ്രിഡ്ജിലൊക്കെ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര നെർവസ് ആയിരിക്കും, റെസ്ലെസ് ഒക്കെ ആയിരിക്കും എന്നൊക്കെ ഓർക്കാൻ വെറുതെ കണക്ട് ചെയ്യാനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അത് രണ്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന്. അപ്പോൾ ഈ 2 വൊക്കാബുലറി നമ്മുടെ SSC ലെവൽ, ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന വൊക്കാബുലറിയിലെല്ലാം നമ്മൾ SSC ലെവൽ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആണെങ്കിലും PSC പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും എല്ലാം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇനിയുള്ള എക്സാമുകളിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അത് രണ്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്നു. ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടും കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് യു ആർ എ പെയിൻറ്റർ. അത് ഇഫ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇഫ് യു ആർ എ പെയിൻറ്റർ യു മേ കം ഇൻ ആണ് ആൻസർ ആയിട്ട് വരിക. കാരണം പ്രസൻറ്റിലാണെങ്കിൽ പ്രസൻറ്റ് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അല്ലെങ്കിൽ നമ്മുടെ ഇഫ് കണ്ടീഷനിലെ ഫസ്റ്റ് കണ്ടീഷനാണ് അല്ലേ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരെണ്ണം കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. വെൻ എവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ ഹി ഡ്രൂ കാറ്റ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അവൻ ഒറ്റയ്ക്കായിരുന്നു, അവനപ്പോൾ വരച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ കുറച്ച് പേർക്ക് തെറ്റിയിട്ടുണ്ടായിരിക്കാം. പിന്നെയുള്ളത് പ്രപ്പോസിഷന് ബേസ് ചെയ്തിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്രേസൽ വെർബ്. ഞാനെപ്പോഴും പറയുന്ന ഫ്രേസൽ വെർബ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഫ്രേസൽ വെർബ് ചോദിക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. പ്രപ്പോസിഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയില്ല, ഇപ്പോൾ എഗ്രി വിത്ത് എ പേഴ്സൺ അല്ലേ, എഗ്രി ടു എ പ്രപ്പോസൽ. അതേപോലെ തന്നെ അമേസ്ഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ പ്രപ്പോസിഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ സെറ്റാക്കി എടുക്കണം. അല്ലാതെ പ്രപ്പോസിഷൻ ആണല്ലോ അത് കുറേ ഉണ്ടല്ലോ പഠിക്കാൻ, അങ്ങനത്തെ ഒരു മൈൻഡ് വരരുത് കേട്ടോ. നമ്മൾ എന്ത് കാര്യം പഠിക്കുമ്പോഴും നമ്മളൊന്ന് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും അല്ലേ. നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഇഷ്ടത്തോടെ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രപ്പോസിഷൻ ടഫായിട്ട് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഒരു പാസേജാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ പാസേജിൽ അത്രയ്ക്ക് ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഒരു ആവറേജ് ലെവലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, വളരെ എളുപ്പമായിരുന്നില്ല, വളരെ ടഫും ആയിരുന്നില്ല. ഓക്കെ, ഇനി LDC 2024 ഈ ഒരു ടൈപ്പ് ആയിരിക്കുമോ വരാമെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ടീച്ചേഴ്സ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു എക്സാമാണ് അല്ലേ. അപ്പോൾ ആ ഒരു ലെവലായിരിക്കും, കുറച്ചും കൂടെ ഒരു ലെവലായിരിക്കും ചോദിക്കുക. LDC എക്സാമിന് ഇനി ഈ ഒരു ലെവൽ തന്നെ ആയിരിക്കുമോ വരാൻ പോകുന്നത് എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ലെവലാണ് ഇപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ LDCക്ക് നമ്മൾ ആ ഒരു ലെവൽ പ്രതീക്ഷിക്കേണ്ടതെന്നല്ല, നമ്മൾ എപ്പോഴും എക്യൂപ്ഡ് ആയിട്ടിരിക്കുക, നമ്മളതെല്ലാം പഠിച്ച് സെറ്റാക്കി വെച്ചേക്കുക കേട്ടോ. അത്ര ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊന്ന് എൻജോയ് ചെയ്തൊന്ന് പഠിച്ചു നോക്കിയേ, തീർച്ചയായിട്ടും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. പിന്നെ നിങ്ങൾക്ക് പറയാത്ത ടോപ്പിക്ക്, ഇപ്പോൾ ഇംഗ്ലീഷിലെ കുറച്ച് നിങ്ങളെ വലയ്ക്കുന്ന ടോപ്പിക്സ് ചോദിക്കുകയാണെങ്കിൽ അതിലൊരെണ്ണം പ്രപ്പോസിഷൻ ആയിരിക്കാം. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിലെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഗ്രി വിത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവിടെയൊന്നും നമ്മുടെ മാർക്ക് കളയരുത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ടെൻസ് പണ്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ജസ്റ്റ് ഒരു കീവേഡ് കൊടുക്കുന്നു, അത് നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർക്കും അറിയാത്ത ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പോൾ ടെൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ ആലോചിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, കൊടുത്തിട്ടുള്ള സെൻറ്റൻസിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ ടെൻസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ടെൻസ് ആണെങ്കിലും പ്രപ്പോസിഷൻ ആണെങ്കിലും പിന്നെ കോൺകോഡൊക്കെ ജസ്റ്റ് നമുക്ക് ആ റൂളുകൾ അറിഞ്ഞു വെച്ചാൽ മതി, നമുക്ക് പിന്നെ വേഗം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ആക്റ്റീവ് പാസീവ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ചൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പ്രപ്പോസിഷൻ നോക്കുക, പിന്നെ വൊക്കാബുലറി
വിട്ട് കളയരുത്. കാരണം നമ്മൾ പഠിപ്പിക്കുന്നതൊക്കെ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതൊന്ന് എൻജോയ് ചെയ്ത് പഠിച്ചു നോക്കൂ. ഞാൻ മിക്ക ക്ലാസ്സുകളിലും പറ്റുന്ന രീതിയിൽ കോഡ്സൊക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ കോഡ്സ് നിങ്ങൾക്ക് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോഡ്സുകളൊക്കെ വെച്ച് സെറ്റാക്കി പഠിച്ച് എടുക്കുക കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും ടഫായിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ്. അപ്പോൾ ഫ്രേസൽ വെർബ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പണ്ട് മുതലുള്ള, അതായത് PYQ ആയിട്ട് ചോദിച്ചിട്ടുള്ള ഫ്രേസൽ വെർബുകളൊക്കെ ഉണ്ടല്ലോ, പുട്ട്, കോള്, അങ്ങനെയുള്ള ഫ്രേസൽ വെർബ് നിങ്ങൾ ആദ്യം പഠിച്ച് സെറ്റാക്കുക. അതിന് ശേഷം പുതിയതായിട്ടുള്ള ഫ്രേസൽ വെർബ് പഠിച്ചു വരിക. ഇപ്പോഴത്തെ എക്സാമുകളിൽ റിപ്പീറ്റഡ് അല്ലാത്ത രീതിയിലാണ് ഫ്രേസൽ വെർബ് ചോദിക്കുന്നത്. അപ്പോൾ അത് പഠിക്കുന്നേക്കാൾ മുമ്പ് നമ്മുടെ PYQ സെറ്റ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പുതിയ ഫ്രേസൽ വെർബിലേക്ക് വരാൻ. അപ്പോൾ ഫ്രേസൽ വെർബ് റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ഡെയിലി നിങ്ങളൊരു 15 ക്വസ്റ്റ്യൻസ് മിനിമം ആണ് കേട്ടോ ഞാൻ പറയുന്നത്. 15 ക്വസ്റ്റ്യൻസ് എല്ലാവരും ചെയ്ത് നോക്കുക, ക്യുമുലേറ്റീവായിട്ട് ചെയ്ത് നോക്കുക. എല്ലാ ടോപ്പിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തെറ്റുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഡേ ആ തെറ്റ് ആവർത്തിക്കാണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച് പോകുമ്പോഴാണ് നമുക്ക് ഈ നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇതിപ്പോൾ ഇംഗ്ലീഷിൻ്റെ കേസ് മാത്രമല്ല, ഇംഗ്ലീഷ് മാത്സും നമ്മൾ ചെയ്ത് തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റുകളാണ്, പ്രത്യേകിച്ച് മാത്സും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു ടൈം സെറ്റ് ചെയ്യുക. നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ കുറേ ടൈം എടുക്കുമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നിങ്ങളുടെ ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറഞ്ഞ് കുറഞ്ഞു വരും. നിങ്ങൾക്ക് വേഗം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കണം. അല്ലാതെ ഇപ്പോൾ ഒരാളുടെ ക്ലാസ് കേട്ടു എന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുള്ള് കിട്ടണം എന്നില്ല. അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് കിട്ടും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡ്, അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു ആൻസർ ആണെന്ന് തന്നെ വിചാരിച്ചോ. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് നമ്മുടെ ആൻസറിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്ത് എത്തണമെങ്കിൽ പ്രാക്ടീസ് മസ്റ്റാണ്. എല്ലാവരും ഒരു 15 ക്വസ്റ്റ്യൻസെങ്കിലും മിനിമം ഇംഗ്ലീഷിന് ചെയ്ത് നോക്കുക. ഇംഗ്ലീഷിൻ്റെ കേസ് മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, മാത്സും എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും അറിയാമല്ലോ. എക്സാമിന് നമുക്ക് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ മാക്സിമം ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി പഠിക്കുന്ന രീതി മാറ്റി പിടിക്കണോ, ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ടൈം കീപ്പ് ചെയ്യുക, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഒരു പ്രാവശ്യം വരുത്തിയിട്ടുള്ള മിസ്റ്റേക്ക് പിന്നെ വരുത്താണ്ട് നോക്കുക. ഓക്കെ, പിന്നെ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള വൊക്കാബുലറിയുടെ ആണെങ്കിലും ഗ്രാമറിൻ്റെ ആണെങ്കിലും കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് ഞാൻ കമൻറ്റായിട്ട് പിൻ ചെയ്തേക്കാം. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അറിയാത്തതുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ടൈം എന്ന് പറയുന്ന മെയിനായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ കണ്ട് സെറ്റാക്കി എടുക്കുക. പിന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ തന്നെ സെൽഫായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് PYQ പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അല്ലെങ്കിൽ ഞാനിവിടെ വീഡിയോസ് ചെയ്യാം. ഞാൻ ഓരോ വർഷവും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ, ഇംഗ്ലീഷിൽ ഇനി എന്തെങ്കിലും ഹെൽപ്പുകൾ വേണമെങ്കിൽ, ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വീഡിയോസായിട്ട് അത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിലിരുന്ന് പഠിക്കുന്നത് സൺഡേ ആണ്. സൺഡേ മാക്സിമം റിവിഷന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഒരാഴ്ചയിൽ 6 ദിവസം പഠിക്കുക, ഒരു ദിവസം മസ്റ്റായിട്ട് എല്ലാവരും റിവിഷന് വേണ്ടിയിട്ട് വയ്ക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ. ഡെസ്പായിട്ടൊന്നും ഇരിക്കേണ്ട, ബി പോസിറ്റീവ്. നമുക്ക് ഏത് എക്സാം ആണെങ്കിലും ക്രാക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. താങ്ക് യു ഓൾ.